സംസ്കാരം. ചരിത്രത്തെ ചോദ്യം ചെയ്യും വിധമുള്ള ഒരു കണ്ടെത്തലിന് കളമൊരുക്കിയിരിക്കുകയാണ് ചൈന. തെക്കു പടിഞ്ഞാറൻ ചൈനയിലെ ലോങ്ടാനിൽ നിന്നും അടുത്തയിടെ 50,000 മുതൽ 60,000 വർഷം വരെ പഴക്കമുള്ളതും ഇതുവരെയും യൂറോപ്പിൽ മാത്രം നിലനിന്നിരുന്നതെന്ന് കരുതിപ്പോന്നിരുന്നതുമായ ക്യുന ശൈലിയിലുള്ള മധ്യശിലായുഗ ഉപകരണങ്ങൾ കണ്ടെത്തുകയുണ്ടായി. വാഷിംഗ്ടൺ സർവകലാശാലയിൽ നിന്നുള്ള പുരാവസ്തു ഗവേഷകരുടെ പുതിയ ഗവേഷണ ഫലമാണ് ഇക്കാലമത്രയും ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തിയ ചില വസ്തുതകളെ തിരുത്താൻ കാരണമായിരിക്കുന്നത്. മധ്യ പാലിയോലിത്തിക് കാലഘട്ടം എന്നത് നിലവിലുള്ള ചരിത്രരേഖകൾ പ്രകാരം യൂറോപ്പിലും ആഫ്രിക്കയിലും മാത്രം വലിയ മാറ്റങ്ങൾ നടന്ന കാലയളവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ചൈന ഉൾപ്പെടുന്ന കിഴക്കൻ ഏഷ്യയിൽ അക്കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ലെന്നും ചരിത്രം പ്രതിപാദിക്കുന്നു. ഈ ദീർഘകാല വീക്ഷണത്തെയാണ് പുതിയ കണ്ടെത്തൽ വെല്ലുവിളിക്കുന്നത്. കിന സാങ്കേതിക ശൈലി എന്നത് ഉപകരണ നിർമ്മാണത്തിന്റെ ഒരു വേറിട്ട രീതിയാണ്. ഈ ശിലായുപകരണ സാങ്കേതിക വിദ്യ യൂറോപ്പിൽ നിലനിരുന്നുവെന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്നാൽ കിഴക്കൻ ഏഷ്യയിൽ ഇതാദ്യമായി കണ്ടെത്തിയെന്നത് ചരിത്രകാരന്മാരെയും പുരാവസ്തു ഗവേഷകരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഈ കണ്ടെത്തലിനെ കുറിച്ചുള്ള വിശദമായ വസ്തുതകൾ നാഷണൽ അക്കാഡമി ഓഫ് സയൻസസിന്റെ പ്രൊസീഡിംഗ്സിൽ ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ഗവേഷകർ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. മധ്യശിലായുഗം എന്നത് ഏകദേശം 3 ലക്ഷം മുതൽ 40,000 വർഷങ്ങൾക്ക് മുമ്പാണ് ആരംഭിച്ചതെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. മനുഷ്യപരിണാമത്തിലെ ഒരു നിർണായക കാലഘട്ടമായി ഇത് നിരീക്ഷിക്കപ്പെടുന്നു. ആഫ്രിക്കയിലെ ആധുനിക മനുഷ്യരുടെ ഉത്ഭവവും പരിണാമവുമായി ഈ കാലഘട്ടത്തിന് ഏറെ ബന്ധമാണുള്ളത്. യുറേഷ്യയിൽ നിയാണ്ടർതാലുകൾ, ഡെനിസോവൽസ് തുടങ്ങിയ നിരവധി പുരാതന മനുഷ്യ ഗ്രൂപ്പുകളുടെ വികാസവുമായി അക്കാലഘട്ടം അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതേസമയം പാലിയോലിത്തിക് കാലഘട്ടത്തിലെ വിവിധ പരിണാമ വികാസങ്ങൾ ചൈന ഉൾപ്പെടുന്ന കിഴക്കൻ ഏഷ്യയിൽ മന്ദഗതിയിലായിരുന്നുവെന്നാണ് നിലവിൽ വിശ്വസിക്കപ്പെടുന്നത്. ഇപ്പോൾ ചൈനയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള ക്യുന സമ്പ്രദായ രീതിയിലെ ശിലായുപകരണങ്ങൾക്ക് 55,000 വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതായത് യൂറോപ്പിൽ കണ്ടെത്തപ്പെട്ടിരിക്കുന്ന ഇതേ ഉപകരണങ്ങൾ നിർമ്മിച്ച കാലഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഉപകരണങ്ങളും നിർമ്മിക്കപ്പെട്ടത്. അതിനാൽ തന്നെ മധ്യ പാലിയോലിത്തിക് കാലഘട്ടത്തിൽ കിഴക്കൻ ഏഷ്യ സ്തംഭനാവസ്ഥയിലായിരുന്നുവെന്ന ആശയത്തെ ഈ കണ്ടെത്തൽ ചോദ്യം ചെയ്യുന്നു. മാത്രവുമല്ല, ഹോമോസാപ്പിയൻസ് ഡെനിസോവൻ വംശത്തിൽപ്പെട്ട ആദ്യകാല മനുഷ്യരെ സംബന്ധിച്ച ചില ധാരണകളെ മാറ്റിക്കുറിക്കുന്നതിന് ഇത് കാരണമായേക്കുമെന്നും ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ക്യുന ശൈലിയിലുള്ള ആയുധങ്ങളുടെ ഏറ്റവും സവിശേഷമായ ഭാഗം സ്ക്രാപ്പർ ആണ്. സാധാരണയായി കട്ടിയുള്ളതും അസമമായതുമായ കല്ലുപകരണങ്ങളാണ് ഇവയിൽ കൂടുതലും. ദീർഘനാൾ ഉപയോഗിച്ചതിന്റെയും പലതവണ മൂർച്ച കൂട്ടിയതിന്റെയും വ്യക്തമായ സൂചനകൾ ഈ ആയുധങ്ങളിൽ കാണാനാകും. ഇവയുടെ വിശാലവും മൂർച്ചയുള്ളതുമായ അരികുകൾ അതിന് തെളിവാണ്. അതുപോലെ തന്നെ ഇവയുടെ നിർമ്മാണത്തിന്റെ ഉപോൽപ്പന്നങ്ങളും ഗവേഷകർ കണ്ടെത്തുകയുണ്ടായി. ഉപകരണങ്ങളിലെ ചെറിയ പോർലുകളും മറ്റും സൂചിപ്പിക്കുന്നത് അവ അസ്ഥികൾ, കൊമ്പുകൾ അല്ലെങ്കിൽ മരം എന്നിവ ചുരുണ്ടുണ്ടാക്കുന്നതിനും കുഴികൾ നിർമ്മിക്കുന്നതിനും ഉപയോഗിച്ചിരുന്നു എന്നതാണ്. യൂറോപ്പിൽ മാത്രം ഉണ്ടായിരുന്നതെന്ന് പറയപ്പെടുന്ന ക്യുന ശൈലിയിലുള്ള ശിലാ ഉപകരണങ്ങൾ എങ്ങനെയാണ് കിഴക്കൻ ഏഷ്യയിൽ എത്തിയത് എന്നത് ഒരു സുപ്രധാന ചോദ്യമാണ്. മധ്യശിലായുഗ കാലഘട്ടത്തിലെ മനുഷ്യർ ഭൂമിയുടെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് നീങ്ങിയിരുന്നോ എന്നും ഈ കണ്ടെത്തൽ സംശയം ജനിപ്പിക്കുന്നു. അതുമല്ലെങ്കിൽ നേരിട്ടുള്ള സമ്പർക്കമില്ലാതെ ഈ ശിലാ ആയുധങ്ങൾ സ്വതന്ത്രമായി കിഴക്കൻ ഏഷ്യയിലെ ആളുകൾ കണ്ടുപിടിച്ചതാണോ എന്നുള്ള അനുബന്ധ ചോദ്യവും ഇതോടൊപ്പം ഉയരുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുക എന്നതാണ് ഗവേഷകരുടെ അടുത്ത നീക്കം. ക്യുന സാങ്കേതിക വിദ്യയുടെ ആവിർഭാവത്തിന് മുമ്പ് തന്നെ വികസിപ്പിച്ചെടുത്ത ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താനായാൽ അത് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾക്ക് കൂടുതൽ വ്യക്തത നൽകുമെന്നാണ് പുരാവസ്തു ശാസ്ത്ര പ്രൊഫസറായ ബെൻ മാർവിക് ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ കണ്ടെത്തിയിരിക്കുന്ന ഈ ഉപകരണങ്ങൾ നിങ്ങളെയും എന്നെയും പോലുള്ള ഒരു ആധുനിക മനുഷ്യന്റെ സൃഷ്ടിയാണോ എന്ന ചോദ്യത്തിന് ഇവയ്ക്ക് മുൻപ് നിർമ്മിക്കപ്പെട്ട ആയുധങ്ങൾ കണ്ടെത്താനായാൽ അവ ഉത്തരം നൽകും. മാർവിക് വിശദീകരിക്കുന്നു. കിഴക്കൻ ഏഷ്യയിൽ ഒരിക്കലും നിയാണ്ടർതാലുകളെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. എന്നാൽ പുതിയ ഗവേഷണങ്ങളുടെ ഫലമായി ചിലപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന അത്തരം സിദ്ധാന്തങ്ങൾ തിരുത്തപ്പെട്ടേക്കാം. ഒരുപക്ഷെ നിയാണ്ടർതാലുകൾ കിഴക്കൻ ഏഷ്യയിലും വസിച്ചിരുന്നുവെന്നതിന് തെളിവുകളേകാൻ പുതിയ ഗവേഷണങ്ങൾ വഴിയൊരുക്കിയേക്കാം. അല്ലെങ്കിൽ മനുഷ്യരുടെ മറ്റൊരു പൂർവികനായ ഡെനിസോവിനെ കുറിച്ചുള്ള കൂടുതൽ കണ്ടെത്തലുകൾക്കും സമീപ ഭാവിയിലെ ഗവേഷണങ്ങൾ വഴിയൊരുക്കിയേക്കാം. ചിലപ്പോൾ ഇതുവരെ അറിയാത്ത ഒരു പുതിയ മനുഷ്യ പൂർവികനെ കുറിച്ചുള്ള തെളിവുകൾ പോലും നൽകാൻ അത്തരം പഠനങ്ങൾ കാരണമായി തീർന്നേക്കാമെന്നും ബെൻ മാർവിക് ചൂണ്ടിക്കാണിക്കുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.